അള്ളാന്റെ റസൂല് മരണപ്പെടുമെന്ന ആ വസ്തുത, അള്ളാന്റെ റസൂല് കൊല്ലപ്പെട്ടേക്കാമെന്ന ആ വസ്തുത പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ മായിക ലോകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന വസ്തുത ഉമർ റളിയല്ലാഹു അൻഹു അതാ തിരിച്ചറിയുകയാണ്. ദേഷ്യം സങ്കടത്തിന് വഴിമാറുകയാണ്, ആക്രോശം ആ ബലഹീനതയിലേക്ക് വഴിമാറുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അത്രയും നേരം അള്ളാന്റെ റസൂലിന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ആളുകളെ നേരിടാൻ തയ്യാറായ നിന്ന് എന്റെ കാലുകൾ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നി, എന്റെ കൈയിന്റെ ബലം നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി, എന്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്ന സത്യം ഞാൻ ഇതാ മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിലുണ്ടായിരുന്ന കരയാത്തൊരു കണ്ണുകൾ പോലും ഉണ്ടായിരുന്നില്ല, ചകരാത്തൊരു ഹൃദയം പോലും ഉണ്ടായിരുന്നില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വരെയുള്ള സകല സ്വഹാബികളും കരയുകയാണ്. നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ആ വേദന ഏറ്റെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിച്ച് അലി ഇബ്നു അബീ ത്വാലിബും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള അടുത്ത കുടുംബക്കാരായ സ്വഹാബിമാർ പ്രവാചകന്റെ ജനാസ കുളിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകനെ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ ഖബറടക്കുകയാണ്. ഐഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ ആ സ്ഥലത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കുകയാണ്. എന്നിട്ട് ആ പ്രവാചകന്റെ ഖബറടക്കം കഴിഞ്ഞ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ടല്ലോ, സഹാബത്തെ, എങ്ങനെയാണ് പ്രവാചകന്റെ മേലെ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് സാധിച്ചത്? എങ്ങനെയാണ് എന്റെ നബിയെ നിങ്ങൾക്ക് ഖബറിലേക്ക് വെക്കാൻ സാധിച്ചത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് സ്വഹാബിമാരുടെ വേദനിപ്പിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ട് പോവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്ന് ബിലാൽ എങ്ങോട്ടാണ്? റസൂൽ ഇവിടെ പറഞ്ഞു, ഭാരിച്ച ഉത്തരവാദിത്തം രാഷ്ട്രീയപരമായി മതപരമായി എന്റെയും നിന്റെയും കയ്യിലുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത്? ബിലാൽ മറുപടി പറഞ്ഞു, റസൂലില്ലാത്ത മദീന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അബൂബക്കർ, അതുകൊണ്ട് ഞാൻ പോവാൻ. അള്ളാന്റെ റസൂല് ഇല്ലാത്തൊരു മിഹ്റാബും മെമ്പറും എനിക്ക് കാണാൻ കഴിയില്ല, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോകുകയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടഞ്ഞു. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അബൂബക്കർ, നിങ്ങൾ എന്നെ ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് മോചിപ്പിച്ചത് നിങ്ങളുടെ അടിമയായിട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം. അതല്ല, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ മോചിപ്പിച്ചതെങ്കിൽ റസൂലില്ലാത്ത ഈ മദീനയിൽ നിൽക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, എനിക്കത് കഴിയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു യാത്രയാകണം. പ്രിയപ്പെട്ട ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദർശത്തിന്റെ പ്രതീകമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ബിലാൽ? പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു ബിലാൽ? മക്കയിലെ മൊട്ടക്കുന്നുകളിൽ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു മനുഷ്യന്റെ വില പോലും ഇല്ലാതിരുന്ന ഒരു അടിമ, നീഗ്രോ വംശജനായ അടിമ, തന്റെ തറവാടേത് തന്റെ നെസ്ലേത് എന്നൊന്നും ഒരു വിവരവുമില്ലാത്തൊരു അടിമ. ആ അടിമ പ്രിയപ്പെട്ടവരെ എത്രത്തോളം എത്തി എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആദ്യമായി കഅബാലയത്തിൽ തൗഹീദ് വിളംബരം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ അവസരം കൊടുത്തത് ബിലാലിനാണ്. 300 ചില്ലാനം വരുന്ന കഅബാലയത്തിന്റെ അകത്തുള്ള വിഗ്രഹങ്ങൾ തച്ചുടച്ചതിന് ശേഷം അബൂബക്കർ കാത്തുക്കുന്നുണ്ട് ഒന്നും പറയാൻ, ഉമർ കാത്തുക്കുന്നുണ്ട് ഒന്ന് പറയാൻ, ഉസ്മാൻ കാത്തുക്കുന്നുണ്ട് ഒന്ന് പറയാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കാത്തുക്കുന്നുണ്ട് ഒന്ന് പറയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ റസൂൽ വിളിച്ചത് യാ ബിലാൽ, ബിലാലിനെയാണ് പ്രവാചകൻ വിളിച്ചത്. ബിലാലാണ് കാബയുടെ മുകളിലേക്ക് കയറുന്നത്. എന്നിട്ട് ബിലാലാണ് നൂറ്റാണ്ടുകൾ മൂടി വെച്ചിരുന്ന ആ ശിർക്കിന്റെ കേന്ദ്രങ്ങൾക്കെതിരെ ആദ്യ പ്രഖ്യാപനം നടത്തുന്നത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ എങ്ങനെയാണ് ആ നേതാവിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, ബിലാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിൽ പോയി വിളിക്കുക. ബിലാലിന്റെ വാങ്ങ് കേട്ടാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക. അത്രത്തോളം നമ്മൾ പറയില്ലേ, പൂവിന്റെ ചുറ്റിലും സദാ ചുറ്റിക്കറങ്ങുന്ന കരിവണ്ടിനെ പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുറ്റിലും. റസൂൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, പ്രവാചകൻ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, എന്തെങ്കിലും വേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് സദാ പ്രവാചകന്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങി കളിക്കുമായിരുന്നു ബിലാൽ. പ്രവാചകന്റെ മരണത്തോടുകൂടി ആ കറുത്ത പ്രവാചകന്റെ അനുയായി ആ നാട്ടിൽ നിന്ന് പോയി കിടന്നു. പിന്നീട് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളൊക്കെ അറിയുന്ന ചരിത്രമാണ് അത്. ബിലാലിന് പിന്നീട് ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബിലാലാണ് ഏറ്റവും വലിയ ബാങ്കുകാരൻ, ഏറ്റവും സ്വരമാധുര്യമുള്ള ബാങ്ക് ബിലാലിന്റെതാണ്. പിന്നീട് ബിലാൽ ഒന്നും ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമറുള്ളാന്റെ ഭരണകാലത്താണ് സിറിയയിൽ വെച്ച് ഒരു വട്ടം ബാങ്ക് കൊടുക്കാൻ പറഞ്ഞത്. ബിലാൽ വിസമ്മതിച്ചു, നിർബന്ധത്തിന് വഴങ്ങി ബാങ്ക് കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ തന്നെ ബിലാലിന്റെ തൊണ്ടടയാൻ തുടങ്ങി. അഷ്ഹദു അന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കുച്ചരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു സാധിച്ചില്ല, ബോധം വിട്ടു പോകുന്നു. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സ്വഹാബത്ത് സ്നേഹിച്ചു. അത്രത്തോളം പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് ആരും നബിദിനാഘോഷത്തില്ല കേട്ടോ, അതും കൂടി മനസ്സിലായിക്കോ. ഒറ്റ സ്വഹാബത്തും ഒരു ദഈഫായ ഉദ്ധരണി പോലും കാണിച്ചു തരാൻ കഴിയൂല. ഒന്നിക്കലും നമ്മൾ പറയണം നമ്മളെക്കാൾ അറിവുള്ളവർ സ്വഹാബത്താണ്, അല്ലെങ്കിൽ നമ്മൾ പറയണം ആ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമില്ല. രണ്ടും പറയാൻ കഴിയുന്ന ഒരു മുസ്ലിമിന് മഅദല്ലാഹ് ഒരൊറ്റ സ്വഹാബി നബിദിനാഘോഷിച്ചിട്ടില്ല. ഒരൊറ്റ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആ ഡേറ്റ് അന്വേഷിച്ച് പോയിട്ടില്ല. കാരണം പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല.